വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം. ഭരണം ആരംഭിക്കുമ്പോൾ അമസിയായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേംകാരിയായ അവന്റെ അമ്മയുടെ പേര് യഹോവദ്ദാൻ എന്നായിരുന്നു. അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു, എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തന്നിൽ ഭദ്രമായി കഴിഞ്ഞപ്പോൾ തന്റെ പിതാവിനെ വധിച്ച തന്റെ ദാസരെ അവൻ വധിച്ചു. എന്നാൽ അവൻ അവരുടെ പുത്രന്മാരെ വധിച്ചില്ല. പിതാക്കന്മാർ പുത്രന്മാരെ പ്രതി മരിക്കരുത്, പുത്രന്മാർ പിതാക്കന്മാരെ പ്രതിയും മരിക്കരുത്. പക്ഷേ ഓരോ വ്യക്തിയും സ്വന്തം പാപത്താൽ മരിക്കണമെന്ന് മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണിത്. തുടർന്ന് അമസിയ യൂദായെ വിളിച്ചുകൂട്ടി. അവൻ യൂദാ മുഴുവനും ബെഞ്ചമിനുമായി പിതൃകുടുംബമനുസരിച്ച് അവരുടെ മേൽ സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. അവൻ 20 മുതൽ മേൽപോട്ട് പ്രായമുള്ളവരുടെ കണക്കെടുത്തു. കുന്തവും പരിചയം ധരിച്ച് യുദ്ധത്തിന് പോകാൻ പ്രാപ്തരായ 3 ലക്ഷം പേർ അവരിലുണ്ടെന്ന് അവൻ കണ്ടെത്തി. മാത്രമല്ല, ഇസ്രായേലിൽ നിന്ന് 100 താലന്ത് വെള്ളിക്ക് 1 ലക്ഷം വീരപരാക്രമികളെ അവൻ കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യം നിന്റെ കൂടെ പോകാതിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് ഇസ്രായേലരോട് കൂടെ, എഫ്രേമ്യർ ആരോടും കൂടെ ഇല്ല. നീ പോകുന്നെങ്കിൽ പോയിക്കൊള്ളുക, യുദ്ധത്തിനായി കരുത്താർജിക്കുക. ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും വീഴ്ത്താനും ദൈവത്തിന് ശക്തിയുണ്ട്. അമസിയ ദൈവപുരുഷനോട് ചോദിച്ചു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ നൽകിയ 100 താലന്തിനെ സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടത്? ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ നിനക്ക് തരാൻ കർത്താവിനാകും. അങ്ങനെ അമസിയ എഫ്രായിമിൽ നിന്ന് തന്റെ പക്കലേക്ക് വന്ന സൈന്യത്തെ തങ്ങളുടെ സ്ഥലത്തേക്ക് തിരികെ പോകാനായി അവരെ വേർതിരിച്ചു. അപ്പോൾ യൂദായ്ക്കെതിരെ അവരുടെ കോപം കത്തിജ്വലിച്ചു. അവർ ഉഗ്രകോപത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങി. അമസിയ ധൈര്യമാർജിച്ച് തന്റെ ജനത്തെ നയിച്ച് ഉപ്പ് താഴ്വരയിലേക്ക് പോവുകയും സെയർക്കാരുടെ 10,000 പേരെ സംഹരിക്കുകയും ചെയ്തു. യൂദാക്കാർ 10,000 പേരെ ജീവനോടെ പിടികൂടുകയും ഒരു പാറയുടെ മുകളിലേക്ക് കൊണ്ടുചെന്ന് അവരെ പാറയുടെ മുകളിൽ നിന്ന് താഴേക്കെറിയുകയും ചെയ്തു. അവരെല്ലാവരും ഛിന്നഭിന്നമായി പോയി. തന്നോടൊപ്പം യുദ്ധത്തിന് പോരുന്നതിൽ നിന്ന് അമസിയ തിരിച്ചയച്ച സൈനികർ സമരിയ മുതൽ ബേത്ത്ഹോരോൻ വരെയുള്ള യൂദാ പട്ടണങ്ങൾ ആക്രമിക്കുകയും അവരിൽ 3000 പേരെ വധിക്കുകയും ഏറെ വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഏദോംകാരെ വധിച്ച ശേഷം മടങ്ങിവന്ന അമസിയ സെയർക്കാരുടെ ദേവന്മാരെ കൊണ്ടുവരികയും അവരെ തന്റെ ദേവന്മാരായി പ്രതിഷ്ഠിക്കുകയും അവരുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും അവയ്ക്ക് ധൂപമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അമസിയായ്ക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിക്കുകയും അവിടുന്ന് അവന്റെ പക്കലേക്ക് ഒരു പ്രവാചകനെ അയക്കുകയും ചെയ്തു. അവൻ അയാളോട് ചോദിച്ചു, നിന്റെ കരത്തിൽ നിന്ന് തങ്ങളുടെ ജനത്തെ മോചിപ്പിക്കാൻ കഴിയാതിരുന്ന ജനതയുടെ ദേവന്മാരെ നീ അന്വേഷിച്ചു പോയതെന്തിന്? അയാൾ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അയാളോട് ചോദിച്ചു, ഞങ്ങൾ നിന്നെ രാജകീയ ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുണ്ടോ? നീ നിർത്തു, അവർ എന്തിന് നിന്നെ വധിക്കണം? അപ്പോൾ പ്രവാചകൻ നിർത്തി. പക്ഷേ അവൻ പറഞ്ഞു, ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. എന്തെന്നാൽ നീ ഇത് ചെയ്യുകയും എന്റെ ഉപദേശം ശ്രവിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. അനന്തരം യൂദാ രാജാവായ അമസിയ കൂടിയാലോചന നടത്തിയിട്ട് ഇസ്രായേൽ രാജാവും യേഹുവിന്റെ പുത്രനുമായ യഹോവാഹാസിന്റെ പുത്രൻ യഹോവാഷിന്റെ അടുത്തേക്ക് ആളയച്ചു പറഞ്ഞു, വരൂ, നമുക്ക് നേർക്കുനേർ കാണാം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായ്ക്ക് ആളയച്ചു പറഞ്ഞു, ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ ഒരു ദേവദാരുവിന് സന്ദേശം അയച്ചു, നിന്റെ പുത്രിയെ എന്റെ പുത്രന് വധുവായി തരിക. പക്ഷേ ലെബനോനിലെ ഒരു വന്യമൃഗം കടന്നുപോയപ്പോൾ ആ മുൾച്ചെടിയെ ചവിട്ടി മെതിച്ചു കളഞ്ഞു. നീ ഏദോമിനെ പ്രഹരിച്ചിരിക്കുന്നുവെന്ന്
ഇതാ നീ പറയുന്നു, മഹത്വവൽക്കരിക്കാൻ തക്കവിധം നിന്റെ ഹൃദയം നിന്നെ ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ നീ നിന്റെ ഭവനത്തിൽ പാർത്തുകൊള്ളുക. വീഴാൻ തക്കവിധം നീയും നിന്റെ കൂടെ യൂദായും എന്തിനാണ് തിന്മയിലേക്ക് എടുത്തു ചാടുന്നത്? എന്നാൽ അമസ്യ കേട്ടില്ല. എന്തെന്നാൽ അവരെ ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുക്കാനായി ദൈവത്തിൽ നിന്നുള്ള പദ്ധതിയായിരുന്നു ഇത്. കാരണം അവർ ഏദോമിന്റെ ദേവന്മാരെ അന്വേഷിച്ചു പോയിരുന്നു. അങ്ങനെ ഇസ്രായേൽ രാജാവായ യെഹോവാഷ് കയറി ചെന്നു. അവനും യൂദാ രാജാവായ അമസ്യായും യൂദായിലെ ബേത്ത്ഷെമെശിൽ വച്ച് മുഖാമുഖം ഏറ്റുമുട്ടി. ഇസ്രായേലിനു മുൻപിൽ യൂദ പരാജയമടഞ്ഞു. അവർ ഓരോരുത്തരും താന്താങ്ങളുടെ കൂടാരങ്ങളിലേക്ക് രക്ഷപ്പെട്ടുപോയി. ബേത്ത്ഷെമെശിൽ വച്ച് ഇസ്രായേൽ രാജാവ് യെഹോവാഷ് അഹസിയായുടെ പുത്രനായ യോവാഷിന്റെ പുത്രനും യൂദാ രാജാവുമായ അമസ്യായെ പിടികൂടി. അവനെ അയാൾ ജെറുസലേമിലേക്ക് കൊണ്ടുചെന്നു. അയാൾ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ ജെറുസലേമിന്റെ മതിലിൽ 400 മുഴം വിള്ളലുണ്ടാക്കി. ദേവാലയത്തിൽ ഓബദ് ഏദോമിനോടൊപ്പം കണ്ട മുഴുവൻ സ്വർണവും വെള്ളിയും എല്ലാ പാത്രങ്ങളും രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങളും ചില തടവുകാരുമായി അയാൾ സമരിയായിലേക്ക് മടങ്ങി. യഹോവാഹാസിന്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിന് ശേഷം യോവാഷിന്റെ പുത്രനും യൂദാ രാജാവുമായ അമസ്യ 15 വർഷം ജീവിച്ചു. അമസ്യായുടെ ആദ്യ അവസാനമുള്ള പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗം യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? കർത്താവിൽ നിന്ന് അമസ്യ തിരിഞ്ഞ കാലം മുതൽ ജെറുസലേമിൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തിയിരുന്നു. അവൻ ലാക്കീഷിലേക്ക് ഒളിച്ചോടി. അവന് പിന്നാലെ അവർ ആളയച്ചു. അവിടെ വച്ച് അവർ അവനെ വധിച്ചു. അവർ അവനെ കുതിരപ്പുറത്ത് വഹിച്ചുകൊണ്ടുവന്ന് തന്റെ പിതാക്കന്മാരോടൊപ്പം ഒരു യൂദാ നഗരത്തിൽ സംസ്കരിച്ചു. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. അപ്പോൾ യൂദാ ജനം മുഴുവൻ 16 വയസ്സുണ്ടായിരുന്ന ഉസിയായെ തെരഞ്ഞെടുത്ത് അവന്റെ പിതാവായ അമസ്യായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. രാജാവ് തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ച ശേഷം അവൻ ഏലാത്ത് നിർമ്മിക്കുകയും അതിനെ യൂദായോട് ചേർക്കുകയും ചെയ്തു. ഭരണം ആരംഭിക്കുമ്പോൾ ഉസിയായ്ക്ക് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേംകാരിയായ അവന്റെ അമ്മയുടെ പേര് യക്കോലിയ എന്നായിരുന്നു. തന്റെ പിതാവായ അമസ്യ ചെയ്തതുപോലെയെല്ലാം അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്തു. ദൈവിക ദർശനകാര്യത്തിൽ തിരിച്ചറിവുണ്ടായിരുന്ന സക്രിയായുടെ നാളുകളിൽ അവൻ ദൈവത്തെ തേടിയിരുന്നു. അവൻ കർത്താവിനെ തേടിയ നാളുകളിൽ അവനെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തിയിരുന്നു. അവൻ പോയി ഫിലിസ്ത്യാക്കാരോട് യുദ്ധം ചെയ്ത് ഗത്തിന്റെ മതിലും യാബ്നയുടെ മതിലും അഷ്ദോദിന്റെ മതിലും തകർത്തു. അഷ്ദോത്തിലും ഫിലിസ്ത്യർക്കിടയിലും പട്ടണങ്ങൾ പണിതു. ഫിലിസ്ത്യർക്കും ഗൂർബാലിലുള്ള അറബികൾക്കും മെയ്യൂന്യർക്കുമെതിരെ ദൈവം അവനെ സഹായിച്ചു. അമോൻകാർ ഉസിയായ്ക്ക് കപ്പം കൊടുത്തു. അവൻ അതിപ്രബലനായി തീർന്നതിനാൽ അവന്റെ കീർത്തി ഈജിപ്ത് പ്രദേശം വരെയും എത്തി. ജെറുസലേമിൽ കോൺ കവാടത്തിലും താഴ്വര കവാടത്തിലും മതിൽത്തിരിവിലും ഗോപുരങ്ങൾ പണിത് ഉസിയ അവ ബലപ്പെടുത്തി. അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവന് താഴ്വരയിലും സമതലത്തിലും ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നു. അവൻ കൃഷിസ്നേഹിയായിരുന്നതിനാൽ അവന് കുന്നുകളിലും തോട്ടങ്ങളിലും കർഷകരും മുന്തിരി കൃഷിക്കാരും ഉണ്ടായിരുന്നു. കാര്യവിചാരകനായ ജയിയേലിന്റെയും രാജസേവകനായ മാസിയായുടെയും കണക്ക് പ്രകാരം രാജപ്രഭുക്കന്മാരിൽപ്പെട്ട ഹനനിയായ്ക്ക് കീഴിൽ സൈന്യവ്യൂഹവുമായി പുറപ്പെടുന്ന യുദ്ധസജ്ജരായ പട്ടാളം ഉസിയായ്ക്കുണ്ടായിരുന്നു. യുദ്ധവീരന്മാരായ പിതൃതലവന്മാരുടെ ആകെ എണ്ണം 2600 ആയിരുന്നു. അവരുടെ കീഴിൽ ശത്രുക്കൾക്കെതിരെ രാജാവിനെ സഹായിക്കാൻ പട്ടാള വീര്യത്തോടെ യുദ്ധം ചെയ്യുന്ന 3,07,500 പേരുടെ സൈനിക ശക്തി ഉണ്ടായിരുന്നു. പരിചകൾ, കുന്തങ്ങൾ, പടത്തൊപ്പികൾ, പടച്ചട്ടകൾ, വില്ലുകൾ, കവിണക്കല്ലുകൾ എന്നിവ അവർക്കായി സൈന്യത്തിന് മുഴുവനുമായി ഉസിയ സജ്ജമാക്കി. ഗോപുരങ്ങൾക്ക് മുകളിലും കോണുകളിലും വയ്ക്കാൻ ഉദ്ദേശിച്ച് അമ്പുകളും വലിയ കല്ലുകളും തൊടുക്കുന്നതിനുള്ള വിദഗ്ധ യന്ത്രോപകരണങ്ങൾ ജെറുസലേമിൽ അവൻ നിർമ്മിച്ചു. പ്രബലനാകുന്നതുവരെ
അത്ഭുതകരമായി അവൻ സഹായിക്കപ്പെട്ടതിനാൽ അവന്റെ കീർത്തി വിദൂരം വരെ എത്തി. അവൻ ശക്തനായപ്പോൾ അവന്റെ ഹൃദയം നാശമടയുവോളം അഹങ്കരിച്ചു. തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിക്കുകയും ധൂപപീഠത്തിൽ ബലിയർപ്പിക്കാൻ കർത്താവിന്റെ ആലയാങ്കണത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. പുരോഹിതനായ അസറിയ അവനെ അനുഗമിച്ചു. അവനോടൊപ്പം കർത്താവിന്റെ ധൈര്യശാലികളായ 80 പുരോഹിതന്മാരും. ഉസിയ രാജാവിനെ എതിർത്ത് നിന്ന് അവർ അവനോട് പറഞ്ഞു, ഉസിയ, നീയല്ല കർത്താവിന് ധൂപം അർപ്പിക്കേണ്ടത്, മറിച്ച് സമർപ്പിതരായ അഹരോന്യ പുരോഹിതന്മാരാണ് ധൂപം അർപ്പിക്കേണ്ടത്. വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കൂ, എന്തെന്നാൽ നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിന്റെ പക്കൽ നിനക്ക് മഹത്വമുണ്ടായിരിക്കുകയില്ല. ഉസിയ ക്ഷുഭിതനായി. അവൻ തന്റെ കയ്യിൽ ധൂപിക്കാനുള്ള കലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ചപ്പോൾ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് പുരോഹിതന്മാരുടെ മുൻപിൽ വച്ചു തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു. പ്രധാന പുരോഹിതനായ അസറിയായും മറ്റെല്ലാ പുരോഹിതന്മാരും അവന്റെ നേരെ തിരിഞ്ഞപ്പോൾ ഇതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ അവിടെ നിന്ന് വേഗം പുറത്താക്കി. പുറത്തു പോകാൻ അവനും തിടുക്കം കൂട്ടി, എന്തെന്നാൽ കർത്താവ് അവനെ പ്രഹരിച്ചിരുന്നു. തന്റെ മരണദിനം വരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായിരുന്നതിനാൽ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിഷ്കാസിതനായി അവൻ ഒരു പ്രത്യേക വസതിയിൽ വസിച്ചു. ദേശത്തെ ജനത്തിന്റെ ന്യായാധിപനായി കൊട്ടാരത്തിൽ അവന്റെ പുത്രൻ യോഥാം ഉണ്ടായിരുന്നു. ഉസിയായുടെ ആദ്യ അവസാനമുള്ള പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗം ആമോസിന്റെ പുത്രനായ ഏഷ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസിയ തന്റെ പിതാക്കന്മാരോട് കൂടെ ശയിച്ചു. അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാന ഭൂമിയിൽ തന്റെ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. കാരണം അവൻ ഒരു കുഷ്ഠരോഗിയാണെന്ന് അവൻ പറഞ്ഞു. അവന്റെ സ്ഥാനത്ത് പുത്രൻ യോഥാം രാജാവായി. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം. ഭരണം ആരംഭിക്കുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. അവന്റെ അമ്മയുടെ പേര് യരൂഷ എന്നായിരുന്നു. യാദോക്കിന്റെ പുത്രിയായിരുന്നു അവൾ. തന്റെ പിതാവായ ഉസിയ ചെയ്തതുപോലെയെല്ലാം അവനും കർത്താവിന്റെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിച്ചു. കർത്താവിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുക മാത്രം ചെയ്തില്ല, ജനം തുടർന്നും ദുഷ്കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവൻ കർത്താവിന്റെ ആലയത്തിൽ ഉപരികവാടം പണി കഴിപ്പിച്ചു. ഓഫേലിന്റെ മതിലിൽ ഏറെ നവീകരണങ്ങൾ നടത്തി. യൂദായുടെ മലമ്പ്രദേശത്ത് അവൻ പട്ടണങ്ങൾ പണിതു. അവൻ വനഭൂമിയിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യരുടെ രാജാവിനോട് യുദ്ധം ചെയ്ത് അവരുടെ മേൽ പ്രബലനായി. അമ്മോന്യർ അവന് ഒരു വർഷം 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും അത്രയും തന്നെ ബാർലിയും കൊടുത്തു. അത്രയും തന്നെ 2-ാം വർഷത്തിലും 3-ാം വർഷത്തിലും അമ്മോന്യർ അവന് നൽകി. തന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ തന്റെ മാർഗങ്ങൾ ഉറപ്പിച്ചിരുന്നതിനാൽ യോഥാം പ്രബലനായി തീർന്നു. യോഥാമിന്റെ പ്രവർത്തനങ്ങളുടെ ശിഷ്ടഭാഗവും അവന്റെ സകല യുദ്ധങ്ങളും അവന്റെ മാർഗങ്ങളും ഇതാ ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ ഭരണം ആരംഭിക്കുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. യോഥാം തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവനെ അവർ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവന്റെ സ്ഥാനത്ത് പുത്രൻ ആഹാസ് രാജാവായി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം. നാഥനായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, കാരണം അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പീഡിതരെ സദ്വാർത്ത അറിയിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവരെയെല്ലാം സമാശ്വസിപ്പിക്കാനും സിയോനിൽ വിലപിക്കുന്നവരെ സംരക്ഷിക്കാനും വെണ്ണീരിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാനും തന്നെ. തന്റെ സ്തുതിക്കായി കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് അവർ വിളിക്കപ്പെടും. പഴയ നാശകൂമ്പാരങ്ങൾ അവർ നവീകരിക്കും, പൂർവാവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളുടെ നാശം നശീകൃത നഗരങ്ങൾ സമുദ്ധരിക്കും. വിദേശികൾ
നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ നിന്നുകൊണ്ട് മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്തൃപുരോഹിതനെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങളെപ്പറ്റി പറയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ സമൃദ്ധിയിൽ നിങ്ങൾ അഭിമാനിക്കും. നിങ്ങളുടെ ലജ്ജാഭാരത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരിയുണ്ട്. അവമതിക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ അവർ സന്തോഷിച്ചുല്ലസിക്കും. അങ്ങനെ തങ്ങളുടെ ദേശത്ത് അവർ ഇരട്ടി ഓഹരി അവകാശമാക്കും. നിങ്ങൾക്ക് നിത്യാനന്ദമുണ്ടാകും. കാരണം കർത്താവായ ഞാൻ ന്യായം ഇഷ്ടപ്പെടുന്നു. ഹോമയാഗത്തിലെ കൊള്ള ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ ഞാൻ അവരുടെ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഉടമ്പടി ചെയ്യും. അവരുടെ സന്തതി ജനതകളിലും പിൻതലമുറ രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതരായ സന്തതികളായി കാണുന്നവരെല്ലാം അവരെ തിരിച്ചറിയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആഹ്ലാദിക്കും. കാരണം തലപ്പാവണിയുന്ന വരനെ പോലെയും ആഭരണഭൂഷിതയാകുന്ന വധുവിനെ പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിച്ചു. എന്നെ നീതിയുടെ മേലങ്കി അണിയിച്ചു. കാരണം ഭൂമി തളിര് മുളപ്പിക്കുന്നത് പോലെയും തോട്ടം തന്നിലെ വിത്തുകൾ കിളിർപ്പിക്കുന്നത് പോലെയും സകല ജനതകളുടെയും മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ എൻ്റെ നാഥനായ കർത്താവ് ഇടയാക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 20 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. വൈകാതെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ അവൻ പ്രഘോഷിച്ചു തുടങ്ങി. കേട്ടവരെല്ലാം വിസ്മയിച്ചു പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നശിപ്പിച്ചവൻ ഇവനല്ലേ? ഇവിടെയും അവരെ ബന്ധിച്ച് പുരോഹിത പ്രമുഖന്മാരുടെ പക്കലേക്ക് കൊണ്ടുപോകാനല്ലേ ഇവൻ വന്നിരിക്കുന്നത്? സാവൂളാകട്ടെ മേൽക്കുമേൽ ശക്തിപ്പെട്ട് യേശുവാണ് ക്രിസ്തുവെന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദർ കൂടിയാലോചിച്ചു. അവരുടെ ഗൂഢാലോചന സാവൂൾ അറിഞ്ഞു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴെയിറക്കി. ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൂടെ ചേരാൻ അവൻ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. ബർണബാസ് അവനെ അപ്പസ്തോലന്മാരുടെ പക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ മാർഗമധ്യേ കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർണബാസ് അവരോട് വിവരിച്ചു. അനന്തരം അവരോടൊപ്പമായിരുന്ന അവൻ ജെറുസലേമിൽ കയറിയിറങ്ങി കർത്താവിന്റെ നാമത്തിൽ ധൈര്യപൂർവ്വം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിലേർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെല്ലാമുള്ള സഭയിൽ സമാധാനമുണ്ടായി. അത് പടുത്തുയർത്തപ്പെട്ട് കർത്തൃഭയത്തിലും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്തിലും മുന്നേറി വളർന്നുകൊണ്ടിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ